എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ തുടങ്ങുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. വെറും കഥയല്ല, ഇതൊരു സംഭവ കഥയാണ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഭോപ്പാൽ സന്ദർശിക്കുന്ന ഒരവസരം. രാജ്ഭവനിൽ അദ്ദേഹം താമസിക്കുകയാണ്. ഭക്ഷണത്തിന് ശേഷം അദ്ദേഹത്തിന് പുകവലിക്കുന്ന ശീലമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബ്രാൻഡ് സ്റ്റേറ്റ് എക്സ്പ്രസ് 555 ആണ്. പക്ഷെ അന്നുണ്ടായിരുന്ന പ്രശ്നം, ഈ സിഗരറ്റ് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം മറന്നു. ഭോപ്പാലിൽ ആ ബ്രാൻഡ് ലഭ്യവുമല്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തിരുന്നത്, ഒരു വിമാനത്തിനെ ഇൻഡോറിലേക്ക് അയക്കുന്നു. എന്നിട്ട് ഇൻഡോറിൽ നെഹ്റുവിൻ്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡായിട്ടുള്ള 555 സിഗരറ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അവിടെ ഈ വിമാനം ചെല്ലുന്നു. ആ വിമാനം ഈ സിഗരറ്റ് പാക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ഭോപ്പാലിലേക്ക് പറക്കുന്നു. അതായത് നെഹ്റുവിൻ്റെ ഇഷ്ട സിഗരറ്റ് പാക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഒരു വിമാനം പറക്കുന്നു. ഇത് വേറെ ആരും പറയുന്ന കഥയല്ല. അന്നത്തെ മധ്യപ്രദേശ് ഗവർണറായിരുന്ന ഹരി വിനായക് പാതസ്കർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണ്. അദ്ദേഹം രാജ്ഭവൻ വിടുന്ന സമയത്ത് തൻ്റെ അനുഭവ കഥകളൊക്കെ തന്നെ എഴുതിയിരുന്ന ഒരു ഡയറി രാജ്ഭവനിൽ കൈമാറുന്നു. അതിൽ നിന്നുള്ള ഈ സംഭവമാണ് രാജ്ഭവൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെബ്സൈറ്റ് പുതുക്കിയ സമയത്ത് ഈ കഥ അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും ഇൻ്റർനെറ്റ് ആർക്കൈവ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഥ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: On a visit of Jawaharlal Nehru to Bhopal, the Raj Bhavan staff realized that the favorite cigarette brand of Nehruji 555 was not available in the Raj Bhavan. Nehruji used to have a cigarette after his meals. The staff immediately sent a plane to Indore for airlifting Nehruji's favorite pack, which was kept ready at the Indore airport. എന്തായാലും ഇത് കൊണ്ടുപോകുന്ന സ്റ്റാഫ് രാജ്ഭവൻ സ്റ്റാഫ് ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ സ്റ്റാഫ് ആണെങ്കിലും അത് കോൺഗ്രസിന് താല്പര്യമുള്ള ആൾക്കാരാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ കഥ ഞാൻ പറഞ്ഞത് വെറുതെ ഒരു ചരിത്ര കൗതുകത്തിനല്ല. കാരണം ഇതേ യുക്തി, ഇതേ സംസ്കാരം ഈ 2026 കോൺഗ്രസിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വാഹനം മാറി, പഴയ വിമാനമല്ല, പുതിയൊരു ഹെലികോപ്റ്ററാണ്. ഇതിൻ്റെ കാരണം മാറി, സിഗരറ്റ് എടുക്കുകയല്ല, മറിച്ച് ഒരു സ്വകാര്യ കുടുംബ സന്ദർശനമാണ്. പക്ഷെ ഒരു പൊതുവിഭവം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം അതേപടി തുടരുന്നു എന്നുള്ളതാണ് ആരോപണം. പണ്ട് ചെയ്തത് നെഹ്റുവാണ് എങ്കിൽ ഇന്ന് അത് നെഹ്റുവിയനായിട്ടുള്ള VD സതീശനാണ് എന്നുള്ളതാണ് ആരോപണം. ഇനി നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം. നാട് മുഴുവൻ മഴയിലാണ്. പല ജില്ലകളിലും റെഡ് അലേർട്ടാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങി. അതിൽ ആളുകൾ നിറയുന്നു. പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഈ സമയത്താണ് നമ്മുടെ സംസ്ഥാനം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തെ ഗോൾഫ് ക്ലബ്ബ് ഹെലിപ്പാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നുയരുന്നത്. ഇത് ആരെയാണ് രക്ഷിക്കാൻ പോകുന്നത്, ആരെയാണ് ആശുപത്രിയിൽ എത്തിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരെയുമല്ല. മറിച്ച് അതിനകത്ത് ഇരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. ലക്ഷ്യം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു കുടുംബാംഗത്തിനെ കാണാനുള്ള ഒരു സ്വകാര്യ യാത്ര. ഇത് വീട്ടുകാര്യമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും. നല്ല ചോദ്യമാണ്. പക്ഷേ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ആ ഹെലികോപ്റ്റർ ആരുടേതാണ് എന്നോർക്കണം. അത് മുഖ്യമന്ത്രിയുടേതല്ല, മറിച്ച് കേരള ജനതയുടേതാണ്. നേരത്തെ പറഞ്ഞ സംഭവ കഥയിലെ ആ വിമാനവും നെഹ്റുവിൻ്റേതായിരുന്നില്ല, ഇന്ത്യൻ ജനതയുടേതായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 31 വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ ഗോൾഫ് ക്ലബ്ബ് ഹെലിപ്പാഡിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് പുറപ്പെടുന്നു. കാലാവസ്ഥ മോശമായതിനാൽ കൊച്ചിയിൽ ഇറങ്ങാനാകാതെ അത് തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങുന്നു. പിന്നീട് രണ്ടാമത് യാത്ര അത് പൂർത്തിയാക്കുന്നു. ആരോപണം ഇതാണ്. പ്രതിപക്ഷം CPM ഇതിനോടകം തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ട്. ഈ യാത്ര 2 തവണ നടന്നു. രണ്ടും സ്വകാര്യ ആവശ്യത്തിനാണ്. മുൻ മന്ത്രിയും CPM നേതാവുമായ ശ്രീ MP രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്, വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനോ ഔദ്യോഗിക ദൗത്യത്തിനോ അല്ലാതെ സ്വകാര്യ യാത്രയ്ക്ക് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്തിനാണ് എന്നാണ്. മന്ത്രിയായിരുന്ന ശ്രീ V ശിവൻകുട്ടി ഇതിനെ ഒരു U-ടേൺ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്ന പ്രക്രിയയെ തന്നെ എതിർത്തിരുന്ന ശ്രീ VD സതീശൻ പ്രതിപക്ഷത്തു നിന്ന് മാറി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഇപ്പോൾ ആ വാഹനത്തിൽ തന്നെ കയറി സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് ഇവിടെ വരുന്നത്. ഇതിന് കോൺഗ്രസ് നൽകുന്ന മറുപടി കൂടി കേൾക്കണം. ശ്രീ VD സതീശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ആരോഗ്യമന്ത്രി ശ്രീ K മുരളീധരൻ ന്യായീകരിക്കാനായിട്ട് പറയുന്നത് ഈ ഹെലികോപ്റ്റർ ഉപയോഗത്തിൽ എന്താണ് തെറ്റ് എന്നാണ്. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യാത്ര ചെയ്തിരിക്കുന്നത് തൻ്റെ പിതാവായ ശ്രീ K കരുണാകരനായിരുന്നു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ ആരും ഒരിക്കലും പരാതി പറഞ്ഞില്ലല്ലോ എന്നാണ്. സത്യത്തിൽ പറഞ്ഞില്ലേ? പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസ് അതിനെ ദുർവിനിയോഗം എന്നാണെന്ന് വിളിച്ചത്. പൊതുപണത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള ചെലവ് എന്നാരോപിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ഗൈഡ് ലൈൻസ് എന്നതിനെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇല്ല എങ്കിലും
രാഷ്ട്രീയമായി ധാർമ്മികമായി ഏതൊക്കെ വിഷയത്തിന് ഇത് ഉപയോഗിക്കാം, ഏതൊക്കെ വിഷയത്തിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച് നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിലും ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ ഒരിക്കലും ഒരു സ്വകാര്യ സന്ദർശനം എന്നത് ഉൾപ്പെടുന്നില്ല എന്ന് ശ്രീ കെ മുരളീധരൻ മനസ്സിലാക്കണം. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡ്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് എന്ന രീതി നല്ലതല്ല. അങ്ങനെയുള്ള ആൾക്കാർ ദയവായി സ്റ്റാൻഡ് വിടേണ്ടതാണ്. ഇവിടെ മറ്റ് രസകരമായിട്ടുള്ള ചില ആൾക്കാർ കൂടിയുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശന വിഭാഗമായിരുന്ന ചില ആൾക്കാർ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ന്യായീകരണ വിഭാഗമായിട്ട് മാറുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം. പറയുന്നത് മറ്റാരെയും കുറിച്ചല്ല, കോൺഗ്രസിൻ്റെ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ VT ബൽറാമിനെ കുറിച്ചാണ്. മുമ്പ് ശ്രീ പിണറായി വിജയൻ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 2019 അദ്ദേഹം അന്ന് ചോദിച്ചത് ഇത് വിജയനല്ലേ അതോ ജയനാണോ എന്നാണ്. ആ പോസ്റ്റ് എഴുതി സർക്കാരിനെ ട്രോൾ ചെയ്തിരുന്ന ബൽറാം ഇപ്പോൾ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണിത്, ട്രോൾ ചെയ്യേണ്ടതല്ല എന്നാണ്. ഈ ഹെലികോപ്റ്റർ വിഷയം ട്രോളാക്കി മാറ്റരുത്, പ്രതിപക്ഷം വളരെ ഗൗരവമായി ഉത്തരവാദിത്തത്തോടുകൂടി ഇത് ഉന്നയിക്കണം, സർക്കാർ അതിന് മറുപടി പറയണം, അതിന് തന്നെ ട്രോളുകൾ കൊണ്ട് ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതൊക്കെ ന്യായമാണ്. പക്ഷേ 2019 താൻ തന്നെ എഴുതിയ അതേ ട്രോളിൻ്റെ അളവുകോൽ ഇന്ന് സ്വന്തം മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ എന്ന ഒരു ചോദ്യം ശ്രീ ബൽറാം വീട്ടിലെത്തുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കണം. ഇരട്ടത്താപ്പ് എന്ന വാക്കിനപ്പുറമുള്ള എന്തോ ഒരു പ്രതിഭാസമാണിത്. ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ധാർമ്മിക കസേരയിൽ ആൾക്കാർ അധികാരത്തിലേക്ക് മാറുന്ന സമയത്ത് അഹങ്കാരത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നതിൻ്റെ തത്സമയ ഉദാഹരണമാണ്. ഇവിടെ ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ്റെ ന്യായം നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അത്യാവശ്യ ഘട്ടത്തിലാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കാറിൽ പോകാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു കുടുംബാംഗത്തിനെ കാണാനുള്ള ഒരു സ്വകാര്യ സന്ദർശനം ഏത് തരം അത്യാവശ്യമാണ്? കുടുംബബന്ധം വിലപ്പെട്ടതല്ല എന്നല്ല പറയുന്നത്, അത് തീർച്ചയായും വിലപ്പെട്ടതാണ്. അത് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവിഭവത്തിൻ്റെ ഉപയോഗത്തിന് അത്യാവശ്യം എന്നുള്ളൊരു നിർവചനത്തിൽ ഉൾപ്പെടുത്തി ന്യായീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതോ അത് സ്വന്തം ചെലവിൽ കാറിലോ ട്രെയിനിലോ ഇനി അതല്ല വിമാനം പിടിച്ചോ ഒക്കെ പോകേണ്ടുന്ന ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് ഒരു ഹെലികോപ്റ്റർ ഉണ്ടാവുക എന്നത്, അതിന് മാസം തോറും വാടക അടയ്ക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ധൂർത്താണ്. സാമ്പത്തികമായി വലിയ ക്ലേശം അനുഭവിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ധൂർത്തല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ശ്രീ VD സതീശൻ്റെ പ്രസ്താവന. ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങ് മെച്ചമായോ, എല്ലാ ആവശ്യത്തിനും ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹമാണ് പറയേണ്ടത്. ഇനി വേണമെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു ന്യായീകരണമുണ്ട്. ഇത്ര തുകയാണ് അതിന് ഓരോ മാസം വാടകയായിട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇത്ര ദൂരം അല്ലെങ്കിൽ ഇത്ര സമയം അത് ഉപയോഗിക്കാം എന്നൊരു ന്യായം ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഉപയോഗിക്കാമെങ്കിലും അത് സ്വകാര്യ ആവശ്യത്തിനാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായിട്ടുള്ള ആവശ്യത്തിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിലുള്ള ഒരു വിഷയത്തിനോ ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇനി ഇതേതെങ്കിലും ഒരു ഔദ്യോഗിക ആവശ്യത്തിനാണ് ഉപയോഗിച്ചത് എന്ന് വരുത്തി തീർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാലും അതും വില പോവില്ല. കാരണം അങ്ങനെ ഹെലികോപ്റ്ററിൽ പോയി നടത്തേണ്ടുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു അത്യാവശ്യം നമ്മുടെ സർക്കാരിന് ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച, ഇത്രയും വിവാദം ഉയർന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നേരിട്ട് ഇതിലൊരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് പാർട്ടിയുടെ സഹപ്രവർത്തകരാണ്. കെ മുരളീധരനെയും VT ബൽറാമിനെയും പോലുള്ള ആൾക്കാർ. അവരുടെ ന്യായീകരണം എന്ന് പറയുന്നത് അങ്ങേയറ്റം പരാജയമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യവുമാണ്. പക്ഷേ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് ചോദ്യം ചെയ്യാൻ സതീശൻ ക്യാമറയ്ക്ക് മുന്നിൽ എത്താൻ മടിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഭരണത്തിലിരിക്കുന്ന സമയത്ത് മൗനം, പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഉച്ചത്തിലുള്ള വിമർശനം എന്നുള്ളതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരട്ടത്താപ്പ് എന്നതിനപ്പുറമുള്ള മറ്റേതെങ്കിലും വാക്കുകൊണ്ട് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ തുടങ്ങിയത് ഭോപ്പാലിൽ നിന്നാണ്, ഒരു സിഗരറ്റ് പാക്കിന് വേണ്ടി പറന്ന ഒരു വിമാനത്തിൽ നിന്ന്. ആ കഥ കേട്ടപ്പോൾ നമുക്ക് ചിരി വന്നിട്ടുണ്ടാകും. ഇത്രയും വലിയ ഒരു കാര്യത്തിന് ഇത്രയും ചെറിയ ഒരു കാരണമോ എന്നുള്ളതാണ് അതിലെ അത്ഭുതത്തിൻ്റെ, തമാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സിഗരറ്റ് പാക്ക് എടുക്കുന്നതിന് വേണ്ടി ഒരു വിമാനത്തിനെ ദുരുപയോഗിക്കണോ എന്നുള്ള ഒരു ചോദ്യം. പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അതേ ചിരി, അതേ അത്ഭുതം നമ്മൾ ഈ ഗോൾഫ് ക്ലബിലെ ഹെലിപ്പാഡിലും കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ. സിഗരറ്റിന് പകരം ഒരു സ്വകാര്യ കുടുംബ സന്ദർശനം എന്ന് മാറി എന്ന് മാത്രം. വിമാനത്തിന് പകരം ഹെലികോപ്റ്ററായി എന്ന് മാത്രം. ബാക്കിയെല്ലാം അതേപടി തുടരുകയാണ്. നേരത്തെ ചെയ്തത് നെഹ്റു ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് നെഹ്റൂവിയനാണ്. അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവിഭവം എന്നത് എല്ലായ്പ്പോഴും ന്യായീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ് അവരുടെ ധാരണ. ശ്രീ VD സതീശൻ ശ്രീ പിണറായി വിജയനോട് മുമ്പ് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഇന്ന് അദ്ദേഹത്തോട് തന്നെ കാലം തിരിച്ചു ചോദിക്കുന്നു എന്നുള്ളതാണ്
നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നെഹ്റുവിൻ്റെ സ്റ്റേറ്റ് എക്സ്പ്രസ് 555 സിഗരറ്റും അതെടുക്കാൻ പോയ വിമാനവും എല്ലാം തന്നെ ഒരു ചരിത്രമാണ്. പക്ഷേ 2026 ആ ചരിത്രം അതേപോലെ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ധാർമ്മികതയോ നമ്മുടെ രാഷ്ട്രീയ ദർശനമോ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീ വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും ഈ ന്യായീകരിക്കുന്ന VT ബൽറാമിനെ പോലെയുള്ള കൂട്ടരും ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ VT ബൽറാമിനോട് പറഞ്ഞതുപോലെ ശ്രീ വി ഡി സതീശനും ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം ചോദിക്കേണ്ടുന്ന ചോദ്യം ഇതാണ്: പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഒരു സ്വരം, ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു സ്വരം എന്ന രീതിയിലത്തേക്ക് നിങ്ങളുടെ നിലപാടുകൾ ഇരിക്കുന്ന കസേരയുടെ വലുപ്പത്തിനനുസരിച്ച് മാറുമോ എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ശ്രീ വി ഡി സതീശൻ സ്വയം ചോദിക്കട്ടെ. ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം നടത്തട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.